ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവണ്ടേന്ന്. എയ്ഡഡ് സ്കൂളിൽ ചേർന്നപ്പോൾ PSC എഴുതുന്നായി. സാഹചര്യങ്ങൾ കൊണ്ട് സ്കൂൾ വിട്ടപ്പോൾ കയ്യിലുള്ള ജോലി കളയേ എന്നായി. അങ്ങനെ മറ്റൊരു ജോലി കയറി. ഇതാപ്പം നന്നായേ. പ്രൊജക്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൈവറ്റ് ജോബല്ലേ. അതിൽ നിന്ന് മാറി പ്രൈവറ്റ് കമ്പനിയിൽ നല്ലൊരു ജോലി ആയപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല, B.Ed അല്ലേ പഠിച്ചത്, ടീച്ചിങ് അല്ലേ നല്ലതെന്ന്. എങ്ങനെ ഇരിക്കുന്നു? അതിൻ്റെ ഇടയിൽ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. പോരാ കൊള്ളില്ല. മറ്റു പല തിരക്കുകൊണ്ടും അത് നിർത്തിയെങ്കിലും അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് പിന്നെയും തുടങ്ങി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ. അപ്പോൾ അതിൽ ഫുഡ് എൻജോയ് ചെയ്യുന്ന വീഡിയോസ് കൂടുതലാണത്രേ. അതുകൊണ്ടത്രേ തടിച്ച് വരണത്. ഇപ്പൊ ചോറ് ഉരുട്ടി ആസ്വദിച്ച് കഴിക്കുന്നത് മാത്രം കാണാൻ എത്രയാ ആളുകൾ. ഞാനത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിലോ? പോട്ടെ. നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തീരെ പോരാ. ഇപ്പൊ നമോഭാഗത്തിന് എത്ര ആൾക്കാർ ആരാധകര്. ഞാനത് നിർത്തിയില്ലേ. സാരി ഉടുത്ത 2-3 വീഡിയോ ഇട്ടപ്പോ വേറെ കണ്ടന്റ് ഒന്നും ഇല്ല അല്ലേന്ന്. സാരി സ്റ്റൈലിങ് മാത്രം ചെയ്തവരൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറി ഇതൊന്നുമല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. സജഷൻസ് നല്ലതാണ്. സ്വന്തമായിട്ട് ആദ്യം ഒരു തീരുമാനം ഉണ്ടാവണം. അതിൽ നിന്ന് മാറാനുള്ള സജഷൻസ് അല്ല, അതിനെ നന്നാക്കാനുള്ളവ മാത്രം ചെവിയിലേക്ക് എടുത്താൽ മതി. ബാക്കി മറ്റേ ചെവി കൂടെ അങ്ങ് കളഞ്ഞേക്കണം. എല്ലാവർക്കും നമ്മുടെ കാര്യത്തിലൊരു അഭിപ്രായം ഉണ്ടാവും, നമുക്കൊഴികെ. അത് പറ്റില്ല. അത് നമ്മളെ എങ്ങും എത്താൻ സഹായിക്കില്ല, പകരം എവിടെയെങ്കിലും കെട്ടിയിടും. അവരവർ തന്നെയാണ് ഇതിൽ പ്രശ്നം. ഇതൊന്നും ഓർമ്മയിലിരിക്കട്ടെ. എന്താണോ, എനിക്ക് പറ്റാണ്ടിരിക്കാം.